ദേവയാനിക്ക് ചന്തുമോളുടെ മേലെ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നില്ല. കുഞ്ഞൊരു ചോക്ലേറ്റ് പൊട്ടിച്ചു തരാനായിട്ട് പറയുമ്പോൾ ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് അത് പൊട്ടിച്ച് അവൾക്കത് വായിലിട്ട് കൊടുക്കുകയാണ്. ദേവയാനി ഇത് താനാണ് പൊട്ടിച്ചു തന്നേന്ന് ആരോടും പറയരുതെന്ന് പറയുന്നു. അമ്മൂമ്മയ്ക്ക് ചോക്ലേറ്റ് വേണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട, ഇത് ചോക്ലേറ്റ് കഴിക്കുന്ന പ്രായമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്തുമോളെ നോക്കി ചിരിക്കുന്നുണ്ട് ദേവയാനി. അവിടുന്ന് കിട്ടിയത് പിന്നീട് കാണിക്കുന്നത് അജയനെയും ജാനകിയെയുമാണ്. അജയൻ ജാനകിയോട് ചോദിക്കുന്നുണ്ട് അഭിക്ക് കുഞ്ഞായി. പിന്നെ ചന്തുമോൾ ആദർശിന്റെ കുഞ്ഞില്ലെങ്കിലും സ്വന്തം മകളെ പോലെ തന്നെയാണ് ആദർശും നയനയും സ്നേഹിക്കുന്നത്. നമുക്കും പേരക്കുട്ടികൾ വേണ്ടേ, എനിക്കും കുട്ടികൾ ഉണ്ടാവണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജാനകി പറയുന്നത് അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ മകനും മരുമകളും സ്നേഹിച്ചിട്ട് വേണ്ടേ അവർക്ക് കുട്ടികൾ ജനിക്കാൻ. അവർ രണ്ടുപേരും ഒരു മുറിക്കകത്ത് തമ്മിൽ തല്ലുമാണ്. അനി ഇപ്പോഴും അനാമികയെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. അനി ഇപ്പോഴും അനാമികയെ പറ്റി കംപ്ലൈന്റ് പറയുകയാണെന്ന് അജയൻ പറയുന്നു. ജാനകിയും വിട്ടുകൊടുക്കുന്നില്ല. അനാമികയും അനിയെ പറ്റിയിട്ട് കംപ്ലൈന്റ് പറയാണ്. അവനിപ്പോഴും ആ നന്ദുവിന്റെ പുറകെ തന്നെയാണ്. അവരിപ്പോഴും കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട്. അതൊന്നും അത്ര ശരിയല്ല എന്ന് ജാനകി പറയുന്ന സമയത്ത് അജയൻ പറയുന്നത് നന്ദു മതിയായിരുന്നു അനിയുടെ ഭാര്യയായിട്ട്. അത് പറഞ്ഞതും ജാനകി ചൂടാവുന്നു. നിങ്ങൾ അവളുടെ പേര് പറഞ്ഞേക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് നീ എപ്പോഴും നിന്നെപ്പറ്റി മാത്രമാണ് ജാനകി ചിന്തിക്കുന്നത് എന്ന് അജയൻ ജാനകിയെ കുറ്റപ്പെടുത്തുന്നു. അനിയുടെ ഇഷ്ടങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല ജാനകി. നന്ദു തന്നെയായിരുന്നു അവന് കറക്റ്റ് എന്ന് അജയൻ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, അനാമിക നന്ദുവിനേക്കാളും നല്ല കുട്ടിയാണെന്ന് പറയുന്നു. പക്ഷെ അജയൻ പറയുന്നുണ്ട് ഈ ഒരു കല്യാണം അബദ്ധമായി പോയി എന്നാണ് തൻ്റെ അച്ഛനും അമ്മയും പറയുന്നതെന്ന്. പക്ഷെ ജാനകി ഇവിടെ നയനയെയും നവ്യയെയും കുറ്റപ്പെടുത്തുകയാണ്. അവർ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞു ഫലിപ്പിക്കുന്നത്. ആ രണ്ടുപേരെക്കാളും നല്ല സ്വഭാവമാണ് അനാമികയുടേത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ദേഷ്യത്തോടെ. ഒരു കപ്പ് ചായയും എടുത്തുകൊണ്ട് ദേവയാനി മൂർത്തി സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അതിനു മുന്നേ മൂർത്തി സാറ് അവരോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഹേമലത വിളിച്ചായിരുന്നു എന്ന്. അതെ വിളിച്ചിരുന്നു. ആദർശിന് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ആദർശിനും നയനയ്ക്കും കുഞ്ഞു ജനിക്കാൻ കുറച്ച് കാലതാമസം എടുക്കും, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം മൂർത്തി സാറ് പറയുന്നു അത് അറിഞ്ഞുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചന്തുമോളെ ഇവിടേക്ക് കൊണ്ടുവന്നതൊന്നുമല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചു പോയതാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ആദർശ അനഘയുടെ ബന്ധുക്കൾ പറയുന്നത് പോലെ അവനാണ് ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛനെങ്കിൽ ഒരിക്കലും ഞാൻ അവനെ കൊച്ചുമോനായിട്ടും കാണില്ല, പിന്നെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD ആയിട്ടും അവനെ ചുമതലപ്പെടുത്തില്ല. ഇവിടെ ചന്തുമോളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതവന് പ്രൂവ് ചെയ്തുകൂടെ എന്ന്. അപ്പോൾ മൂർത്തി സാർ പറയുന്നു അതിപ്പോൾ പ്രൂവ് ആവുകയാണെങ്കിൽ പോലും നിന്റെ മരുമകൾ ചന്തുമോളെ വിട്ട് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട്, പക്ഷെ മനഃപൂർവ്വം ആ കുഞ്ഞിനെ കാണുമ്പോൾ നീ മുഖം തിരിച്ചിരിക്കുന്നു. അനഘ എന്ന് പറയുന്ന ആ കുട്ടി കോമ സ്റ്റേജിലായതുകൊണ്ട് അവൾക്ക് സത്യങ്ങൾ വിളിച്ചു പറയാനും സാധിക്കില്ല. പക്ഷെ മരണക്കിടക്കയിലിരുന്നു കൊണ്ട് ആ കുട്ടി പറയാൻ ശ്രമിച്ചതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചന്തുമോളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാം കഴിഞ്ഞ് ഇവിടെ പോരുന്ന സമയത്ത് ആദർശിൻ്റെ അടുത്തേക്ക് വന്ന് ആ കുട്ടി അച്ഛ എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആദർശിൻ്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു പെണ്ണ് കടന്നു വരാൻ സാധ്യതയില്ല എന്ന് ദേവയാനി പറയുന്ന സമയത്ത് അതെ, ഇത് ആദർശിനോട് ആരോ കരുതി കൂട്ടി ചെയ്ത ചതിയാണ്. പക്ഷെ ഞാൻ അവിടെ നോക്കിയത് അനഘ എന്ന പെൺകുട്ടിയെയും ചന്തുമോളെയും മാത്രമാണ്. പാവപ്പെട്ട ആ കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുണ്യം കിട്ടും ദേവയാനി എന്ന് പറയുന്നു. നിനക്ക് കരൾ തന്നെ നയനയുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പോൾ ചന്തുമോള്. അതുകൊണ്ട് ചന്തുമോളെ ഇവിടെ നിന്നും പറിച്ചു നടാൻ നീ ആയിട്ടൊരു അവസരം ഒരുക്കരുത് ദേവയാനി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് മൂർത്തി സർ. ഇപ്പം അനാമികയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. അനാമികയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അയാളെ പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യയായ രേവതി ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന്. ആ മധു സാർ ഇപ്പോൾ വിളിച്ചിരുന്നു. നന്ദു ആണെങ്കിൽ അവിടെ കിടന്ന് നെട്ടോട്ടം ഓടുകയാണ്. അവിടെ അയാളിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമാണ് അയാളിപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവൾക്ക് അനിയുടെ കോള് വന്നെന്ന് പറയുന്നു. അനിയാണ് അനാമികയുടെ ഹസ്ബൻഡ് എന്ന കാര്യം മധുവിനറിയാം. അനാമികയുടെ അച്ഛൻ മധുവിനോട് പറഞ്ഞിരുന്നു അനാമികയുടെയും അനിയുടെയും ദാമ്പത്യം തകർക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു നിൽക്കുന്നതെന്ന്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നന്ദുവിനോട് ക്രൂരത കാണിച്ചത് അയാൾ. അനാമിക പറയുന്നുണ്ട് ക്യാമ്പിൽ കിടക്കുന്ന നന്ദുവിനെ അനി വിളിക്കുന്നു, എത്ര ധൈര്യമുണ്ടെന്ന് അവനെ നോക്കൂ എന്ന് അമ്മയോട് പറയുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് നീ നിനക്ക് തോന്നിയ പോലെയല്ലേ മോളെ നടക്കുന്നത്, അതുപോലെ തന്നെയല്ലേ അവനും തോന്നിയ പോലെ നടക്കട്ടെ. അപ്പോൾ അച്ഛൻ പറയുന്നു എന്തായാലും നിങ്ങളുടെ ദാമ്പത്യം അത്ര നന്നായിട്ട് പോകുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് മാക്സിമം അവിടെ നിന്ന് അടിച്ചു മാറ്റാനുള്ളതെല്ലാം നമുക്ക് അടിച്ചു മാറ്റണം. അമ്മ ഇപ്പം അനാമികയോട് പറയുന്നുണ്ട് 1 ഏക്കർ സ്ഥലവും ഒരു വീടും നിന്റെ വീട്ടിലേക്ക് ആക്കി തരാൻ നിന്റെ അമ്മായിമ്മയായ ജാനകിയോട് പറയുന്ന. നിന്റെ അമ്മായിമ്മയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാലും അനിയും അനിയുടെ അച്ഛനൊന്നും അതിനെ സമ്മതിക്കില്ല.
നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിൽ കുറച്ച് എഴുതി തരാനായിട്ട് പറ എന്ന് അച്ഛൻ പറയുന്നു. പക്ഷെ അതിനൊന്നും സമയമായിട്ടില്ല, തറവാട് വെട്ടിപ്പൊളിച്ചാലേ അങ്ങനെ വല്ലതുമൊക്കെ നടക്കുകയുള്ളൂ. മൂർത്തി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നതാണ് എല്ലാറ്റിനും കാരണം. അയാളിപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവരുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാമായിരുന്നു എന്ന് അവളുടെ അച്ഛൻ പറയുകയാണ്. നന്ദുവിനെ ഉപദ്രവിക്കുന്ന വീഡിയോ വല്ലതും അച്ഛ ആ അങ്കിൾ അയച്ചു തന്നു എന്ന് ഇവൾ ചോദിക്കുന്ന സമയത്ത് ഇന്നൊന്നും അയച്ചു തന്നിട്ടില്ല, പക്ഷെ മുന്നേ കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടല്ലോ, അത് നോക്കിയിട്ട് നമുക്ക് ആസ്വദിക്കാം. ആദർശ് നയനയും ചന്ദമോൾക്കുള്ള ഉടുപ്പെല്ലാം പർച്ചേസ് ചെയ്ത് ഇപ്പോൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. വന്നതും അവൾക്ക് ആ ഉടുപ്പെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കുഞ്ഞിനെ അണിയിച്ചു കൊടുത്തിട്ട് അവളെ സുന്ദരിയാക്കാൻ പോവുകയാണെന്ന് നയന പറയുന്നു. എന്നാൽ ഞാനും വരാമെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന സ്ഥലത്ത് ആണുങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് നയന. ഞാൻ വരുന്നില്ല, പക്ഷെ ഇവിടെ നിന്ന് ഞാൻ പോകണമെങ്കിൽ ചന്ദമോളുടെ അടുത്ത് നിന്നും ഒരു ഉമ്മ വേണമെന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞും ആൾക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു. തിരിച്ച് ആദർശം ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാനാണ് മോൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നേന്ന് ആദർശ് പറയാണ്. ആദർശ് നയനയോട് പറയുന്നു പെട്ടെന്ന് കുഞ്ഞിനെ അണിയിച്ചൊരുക്കി അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന്. ദേവയാനയുടെ കാര്യം പറഞ്ഞതും ചന്ദമോളുടെ മുഖമാകെ വാടുകയാണ്. അവൾ പേടിച്ചു പോകുന്നു. മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മോള് സുന്ദരിയായിട്ട് നമുക്ക് അമ്മൂമ്മയെ കാണാൻ പോകാമെന്ന് പറയുന്നു. അതിന് കുഞ്ഞ് സമ്മതിക്കാണ്. അങ്ങനെ കുഞ്ഞ് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി ഇപ്പം ദേവയാനയുടെ മുന്നിലേക്ക് വരുന്നു. മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ് അവൾ. പുതിയ ഉടുപ്പ് കൊള്ളാവോ, അമ്മയും അച്ഛനും കൂടി വാങ്ങിച്ചു തന്നതാണെന്ന് പറയുന്നു. ഈ ഡ്രസ്സിൽ മോള് ഭയങ്കര സുന്ദരിയാണെന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ്. പക്ഷെ പുറത്ത് മോളോട് അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോഴേക്കും അവിടെ നയന വന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്ന് ചന്ദമോളോട് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്ന് ചോദിക്കുമ്പോൾ അഭിപ്രായം അറിയാനാണ്. അഭിപ്രായം അറിയുമ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമാവും. ഇവളെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ അതിന് നീയില്ലേ, പിന്നെ ഞാനും കൂടി എന്തിനാണ് സന്തോഷിപ്പിക്കുന്നത്. നയന പയ്യ ചന്ദമോളെ അവിടെ നിന്നും പറഞ്ഞയക്കാണ്. മനസ്സ് നിറയെ കുഞ്ഞിനോട് സ്നേഹം വെച്ചിട്ട് എന്തിനാണ് പുറത്ത് ദേഷ്യം പ്രകടിപ്പിക്കുന്നത്? എനിക്ക് അവളോട് ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പക്ഷെ നയന പറയുന്നു എനിക്ക് അമ്മേനെ മനസ്സിലാവും, നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. സ്നേഹിച്ചാൽ എനിക്ക് ഒത്തിരി സ്നേഹമാണ്, പക്ഷെ വെറുതാൽ അതുപോലെ തന്നെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ? ആ ചെറിയ പ്രായമുള്ള കുഞ്ഞിനെ അമ്മയ്ക്ക് വെറുക്കാൻ കഴിയുമോ? എനിക്ക് ആ കുഞ്ഞിനോടല്ല വെറുപ്പ്, ആ കുട്ടിയുടെ അച്ഛനോടാണ്. അതിൽ ആദർശേട്ടന് വിഷമമുണ്ടെന്ന് നയന പറയുന്നു. എനിക്ക് ആദർശേട്ടൻ്റെ വിഷമം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവരുടെ മനസ്സ് പിഴയുന്നത് നീ കാണുന്നില്ലേ? ആദർശേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഒരു ദിവസം അമ്മ മനസ്സിലാക്കുമെന്ന് നയന പറയാണ്. അവനെ ദൈവത്തെ പോലെ കാണുന്ന നിന്നെയാണ് അവൻ പറ്റിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നു അമ്മ ആദർശേട്ടനെയും ചന്ദമോളെയും സ്നേഹിക്കണമെന്ന്. ചന്ദമോളെ സ്നേഹിച്ചാലും ആദർശിനെ ഞാൻ സ്നേഹിക്കില്ല, ഇനി എനിക്കതിന് കഴിയില്ല എന്ന് ദേവയാനി പറയുന്നു. അമ്മയും മക്കളും തമ്മിലുള്ള ഈ ഒരു പിണക്കത്തിന് വലിയ ആയുസൊന്നും ഇല്ല അമ്മ, അതുകൊണ്ട് അമ്മ വാശി പിടിച്ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്നും പോവാണ്. അങ്ങനെ നയന നേരെ പോകുന്നത് ആദർശിയുടെ അടുത്തേക്കാണ്. ആദർശ് വിഷമിച്ചിരിക്കുകയാണ്. അവൻ കാര്യം പറയുന്നുണ്ട്. അമ്മ തന്നെ വിശ്വസിക്കുന്നില്ല. ചന്ദമോൾ തൻ്റെ മകളാണെന്നാണ് അമ്മ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ വെറുക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ആദർശേട്ടൻ്റെ നിരപരാധിത്വം എന്തായാലും ഒരു ദിവസം അമ്മ മനസ്സിലാക്കും. എനിക്ക് മനസ്സിലായ കാര്യം ചന്ദമോളെ അമ്മയ്ക്ക് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ചന്ദമോൾ എൻ്റെ മകളാണെന്നുള്ള വാർത്ത ഷോക്കായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റൂ. കിരണേട്ടന് ആ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയല്ലേ, അതുടനെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് നമ്മുടെ നയന ആദർശിനെ സമാധാനിപ്പിക്കുന്നു. ചന്ദമോളെ ഒരിക്കലും വേദനിപ്പിക്കരുതേ എന്നും ഒരു ഘട്ടം കഴിഞ്ഞ അമ്മയുടെ അവസ്ഥ കണ്ട് ഒരുപാട് അമ്മയെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കുട്ടിയാണ് ചന്ദമോൾ. അതിനെപ്പറ്റി നിനക്ക് എങ്ങനെ അറിയാമെന്ന് ആദർശ് ചോദിക്കുന്നു. മുത്തശ്ശൻ ഇതിനെ പറ്റിയിട്ടെല്ലാം എന്നോട് പറഞ്ഞതായിരുന്നു. അനഘയെ ചികിത്സിച്ച ഡോക്ടറാണ് മുത്തശ്ശനോട് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഡോക്ടറോട് അനഘ പറഞ്ഞിട്ടില്ലല്ലോ ഈ കുടുംബത്തിലെ ഏത് കൊച്ചുമോൻ്റെ മകളാണ് ചന്ദമോൾ എന്ന്. അത് ചിലപ്പോൾ ഈ ഒരു കുടുംബത്തെ നാണം കെടുത്തിട്ടായെന്ന് വെച്ച് മനഃപൂർവ്വം അനഘ അത് പറയാതിരുന്നതായിരിക്കാം എന്ന് നയന പറയാണ്. അതുകൊണ്ടിപ്പോൾ എനിക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നതെന്ന് ആദർശ് പറയാണ്. കാരണം ചന്ദമോള ആദർശിൻ്റെ മകളാണെന്നാണല്ലോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നയന പറയുന്നു നമുക്ക് അത് നേട്ടം തന്നെയാണ്. ചന്ദമോൾ എന്ന നേട്ടം നമുക്ക് കിട്ടിയില്ലേ, ആ കുഞ്ഞിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദർശേട്ടന് തന്നെ മനസ്സിലാകും ആ കുഞ്ഞ് നേട്ടമാണെന്ന്. ആദർശ് ഇപ്പോൾ ആദർശിൻ്റെ അച്ഛനായ ജയൻ്റെ അടുത്തേക്ക് വരുന്നു. അച്ഛനോട് അവൻ പറയുന്നുണ്ട് അമ്മയുടെ ദേഷ്യം ഇനിയും മാറിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അയാൾക്ക് ദേഷ്യമൊന്നുമല്ല, വിഷമമാണ്. നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ആദർശ് പറയുന്നു തൻ്റെ ഭാഗത്തുള്ള ന്യായം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. മോനെ നിനക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് നിന്റെ മുത്തശ്ശനും പറയുന്നത്. അത് നീ എന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാത്തത്? അച്ഛാ നയനയുടെ അഭിപ്രായമാണ്, അവൾക്ക് എന്തോ ചന്ദമോളോട് വല്ലാത്ത ഇഷ്ടമുണ്ട്. അജയൻ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അനി പറയുന്നത് അനി ഒരു തെറ്റ് ചെയ്താലും ആദർശി ഒരു തെറ്റ് ചെയ്യില്ല എന്നാണ്.
എല്ലാവർക്കും നിന്റെ മേലെ വിശ്വാസമുണ്ട് മോനെ. നിന്നെ വിശ്വാസമായത് കൊണ്ടാണ് ഞങ്ങളെ പോലും മാറ്റി നിർത്തിയിട്ട് ആ ഒരു കമ്പനിയുടെ ചുമതല നിന്നെ ഏൽപ്പിച്ചത്. നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ടായിട്ടും നീ അതിലേക്കൊന്നും തിരിയുന്നില്ല. എന്തുകൊണ്ടാണ് മോനെ എന്ന് അവൻ്റെ അച്ഛൻ ചോദിക്കുന്ന സമയത്ത് ആര് പറഞ്ഞു ഞാൻ അങ്ങനെ പോകുന്നില്ല എന്ന്? എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പ്രൂവ് ആയാൽ തന്നെ ചന്തുമോളെ ആരും വിട്ടുകളയാനൊന്നും പോകുന്നില്ല. അതേ മോനെ, നീ പറയുന്നത് ശരിയാണ്. ചന്തുമോളെ ആർക്കും വെറുക്കാൻ കഴിയില്ല. എല്ലാവരുടെ മനസ്സിലും അവൾ ഇടം നേടിയിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അജയൻ പറയുന്നുണ്ട് ചേട്ടത്തി വെറുക്കാണല്ലോ ചന്തുമോളെ എന്ന്. ജയൻ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ആ വെറുപ്പെല്ലാം ഇപ്പം മാറി. ആ കുഞ്ഞിനോട് ഇപ്പോൾ അവൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ജലജയും എൻ്റെ ഭാര്യയും മരുമോളുമെല്ലാം ആ ചന്തുമോളെ അധികപ്പറ്റായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ചന്തുമോളൊരു ആശ്വാസമാണെന്ന് അജയൻ പറയാണ്. ഇനിയിപ്പോൾ ചന്തുമോൾ ആദർശിൻ്റെ മകളല്ല എന്ന് പ്രൂവ് ആയാൽ പോലും ചന്തുമോൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഞാനും ആദർശം കൂടി ചന്തുമോളുടെ അമ്മയെ കാണാൻ പോയായിരുന്നു. വളരെ ദയനീയമാണ് ആ കുട്ടിയുടെ അവസ്ഥ. അപ്പോൾ ആദർശ് പറയുന്നു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ട ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ എങ്ങനെ എൻ്റെ ഫോട്ടോ വന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എൻ്റെ ഫോട്ടോ ആ കുട്ടിയുടെ വീട്ടിൽ വന്നതിൽ ചിലരെ എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. ചെറിയച്ഛൻ പറയുന്നു അവയെ സംശയിച്ച് പറ്റൂ എന്ന്. ആദർശ് പറയുന്നു അന്ന് ഞങ്ങൾ കാറിൽ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് അഭി പറഞ്ഞായിരുന്നു ചന്തുമോള് അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അച്ഛൻ പറയുന്നു അങ്ങനെ ഒരു ത്യാഗം അവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛ അത് തന്നെ, അവനായിട്ട് ഒരിക്കലും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് അവനെ സംശയം. സാരമില്ല അച്ഛ, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉടനെ തന്നെ കിട്ടും. അച്ഛൻ ഞാൻ ചന്തുമോളോട് ഇനി ഒരിക്കലും വെറുപ്പ് കാണിക്കുന്നില്ല. വെറുതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശാപം എന്തിനാണ് പിടിച്ചു പറ്റുന്നത്? ഇത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്നും പോവുകയാണ്. ഇപ്പോൾ അജയൻ ജയനോട് പറയുന്നു ചേട്ടാ ആദർശ് ഒരിക്കലും തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആദർശിൻ്റെ മാന്യത ഇല്ലാതാക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി കളിച്ച കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ജയൻ പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അഭി അവിടേക്ക് വരുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൻ്റെ കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.